ശ്ലോകം 9. ശമമുപേഷി വർഷഭരേ തഥാ. എപ്പോ മേഘങ്ങൾ പോയോ, ആ മഴ പെയ്യുന്നത് നിന്നു. ഭഗവാൻ പറഞ്ഞു, വേണമെങ്കിൽ പോയി നോക്കിയിട്ട് വരും, മഴയുണ്ടോ നോക്കിയിട്ട് വരും. കുറച്ച് ആൾക്കാർ പോയി നോക്കി, ഇല്ല, തീരെ മഴയില്ല. എന്നാൽ എല്ലാവരും ഇറങ്ങിക്കോളും. പശുപ ധേനുകുലേജ വിനിർഗതേ. ഗോപന്മാരും ധേനുക്കളും എല്ലാവരും പുറത്തിറങ്ങി. ഭഗവാൻ വീണ്ടും വീണ്ടും പറഞ്ഞു, അവരവരുടെ സാധനമെല്ലാം എടുത്തോളണം. പിന്നെ എൻ്റെ സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതി വരരുത്, ഞാൻ വയ്ക്കാൻ പോവുകയാണ്. പശുപ ധേനുകുലേജ വിനിർഗതേ. ആ ഗോപന്മാരും ഗോക്കളും എല്ലാവരും പുറത്തു കടന്നപ്പോൾ, ഹേ ഭഗവൻ, ഹേ വിഭോ, എന്തും ചെയ്യാൻ ശക്തനായവനാണ് വിഭു. എല്ലാവിധത്തിലും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നവൻ. വിവിധം ഭാതി ഇത് വിഭു, വലിയ വിധത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നവൻ. സമുപാഹിതബോധരഹ. ആ ഭൂമിയെ ധരിക്കുന്ന ആ പർവ്വതത്തിനെ മെല്ലെ ആസ്ഥാനത്ത് വെച്ചു. പ്രമുദിതൈ പശുപൈ പരിരേവിഷേ. പുറത്തു പോയി നിൽക്കുന്ന ഗോപന്മാരെ എപ്പോൾ ഈ പർവ്വതത്തിനെ വെച്ച് ഭഗവാൻ അവരുടെ അടുത്തേക്ക് വന്നുവോ, എന്തൊന്നില്ലാത്ത സന്തോഷത്തോടെ അദ്ദേഹത്തെ പരിരേവിഷേ ആലിംഗനം ചെയ്തു. ഇതെന്താ ഇത്, മനുഷ്യക്കുട്ടിയല്ലേ, എങ്ങനെയത് സംഭവിച്ചത്? കൃഷ്ണ, എവിടുന്നാണ് ഇതിൻ്റെ ശക്തി? തോന്നിയതാണ്, അതൊക്കെ നിങ്ങൾക്ക് തോന്നിയതാണ്, ഒന്നുമില്ല എന്നൊക്കെ മെല്ലെ പറഞ്ഞു. താൻ ആരാണെന്ന് പറഞ്ഞാലൊന്നും അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതൊന്നും പറയാൻ പോയില്ല. ശ്ലോകം 10. ദേവന്മാർ ആകാശത്തിൽ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ നിന്ന് അവർ പറയുകയാണ്, ധരണിമേവ പുരാ ധൃതവാനസി. ഹേ ഭഗവൻ, അങ്ങ് മുമ്പ് ആ ഭൂമിയെ തന്നെ വെള്ളത്തിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്നില്ലേ? ധരണിമേവ പുരാ ധൃതവാൻ. ആ ഭൂമിയെ തന്നെ പാതാളത്തിൽ പോയി അവിടുന്ന് വരാഹാവതാരത്തിൽ പൊക്കിക്കൊണ്ടുവന്നില്ലേ? അങ്ങനെയുള്ള അങ്ങക്ക് ക്ഷിതിധരോദ്ധരണി, ഈ ഒരു പർവ്വതം പോകാൻ എന്താ ബുദ്ധിമുട്ട്? ഭൂമിയിൽ എത്രയെത്രയോ പർവ്വതങ്ങളുണ്ട്. അപ്പോൾ അവർ എന്തെന്നില്ലാത്ത സന്തോഷത്തോടുകൂടി ഭഗവാനെ അഭിനന്ദിക്കുകയാണ്. ക്ഷിതിധരോദ്ധരണേ തവകശ്രമ. അപ്പോൾ ഈ പർവ്വതത്തിനെ പൊക്കിയതിൽ അതിശയിക്കാനില്ല. ഭൂമിയെ തന്നെ പൊക്കിയ ആൾക്ക് ഒരു പർവ്വതത്തിനെ പൊക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. 500 കിലോ വെയിറ്റ് എടുക്കുന്ന ആൾക്ക് 2 കിലോ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഭൂമിയുടെ ഘനം നോക്കുമ്പോൾ പർവ്വതത്തിൻ്റെ എത്രയുണ്ട്? വളരെ കുറച്ചേ ഉള്ളൂ. ഭൂമി ക്ഷിതിധരോദ്ധരണേ തവ കശ്രമ. അതായത് അങ്ങക്ക് അല്പം പോലും ബുദ്ധിമുട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം എന്ന് മുകളിൽ നിൽക്കുന്ന അഹങ്കാരമില്ലാത്ത ദേവന്മാർ, ബ്രഹ്മാദി ദേവന്മാർ, അവരൊക്കെ എല്ലാ തവണയും വരും, ഇത് കാണാൻ വേണ്ടി വരും. ഇതിനുദസ്തൃദശൈ. ഹേ ഗുരുവായൂരപ്പ, ആ ത്രിദശന്മാർ, 3 ദശയുള്ളവർ, മരണമൊഴിച്ച് ഉള്ള ആ 3 ദശകൾ മാത്രമേ ഉള്ളൂ അവർക്ക്. ഇതിനുദ ത്രിദശൈ കമലാപതേ. ആ ലക്ഷ്മിയുടെ നാഥൻ, ലക്ഷ്മി വല്ലഭൻ ആണ്. ഇപ്പം എങ്ങനെ ഇരിക്കണു? ഈ ഗുരുവായൂരപ്പനായിട്ടിരിക്കണു. ഗുരുപുരാലയ. സ്ഥൂലാർത്ഥം ഗുരുവിനാൽ നിർമ്മിക്കപ്പെട്ട പുരം. മരുത്തെഴുതാൻ സ്ഥലമില്ല, വൃത്തഭംഗം വരും, അതാണ്. അപ്പം ഗുരു മരുത്ത് നമ്മൾ ചേർത്തോളണം, ഇതാണ് ഉപലക്ഷണമായിട്ട് പറയും. ഗുരു എന്ന ശബ്ദം മരുത്തിനുമുള്ള ഉപലക്ഷണമാണ്, അതാണ്. ഇത് നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ച് പറയുന്നു.
ശ്രോത്രാദി ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയും. അപ്പോൾ ശ്രോത്രം, ത്വക്ക്, ചക്ഷു, രസന, ഘ്രാണം, ആ നാലും ഇനി ഉപലക്ഷണമാണ് ശ്രോത്രം. ഇവിടെ ഗുരു എന്നുള്ളത് മരുത്തിൻ്റെ ഉപലക്ഷണം. ഗുരു മരുത്പുരനാഥ, ഗുരുവിനാലും മരുത് വായുദേവനാലും നിർമ്മിക്കപ്പെട്ട പുരം ഗുരുവായൂർ. ആ ആലയത്തിൽ വസിക്കുന്നവൻ ഗുരുവായൂരപ്പൻ. അത് സ്ഥൂലാർത്ഥം. സൂക്ഷ്മാർത്ഥം ഗുരു മരുത്, നമ്മുടെ ഉള്ളിലുള്ള മുഖ്യപ്രാണൻ. പ്രാണൻ ഒന്നേ ഉള്ളൂ. അതിൻ്റെ കർമ്മം നോക്കിയിട്ടാണ് അതിനെ പ്രാണൻ, അപാനൻ, സമാനൻ, വ്യാനൻ, ഉദാനൻ എന്നും പിന്നെ 5 ഉപപ്രാണന്മാരായിട്ടും ഒക്കെ പറയുന്നത്. 5 5 10 പറയുന്നു. എല്ലാം ഒരൊറ്റ പ്രാണനാണ്. അപ്പോൾ ഗുരു മരുത് മുഖ്യപ്രാണൻ. പ്രാണൻ്റെ പുരം ഈ ശരീരം. ആ ശരീരം ആലയമാക്കിയത് ആത്മാവ്. ഹേ ഗുരുവായൂരപ്പ, പാലയ മാം ഗദാൽ, മാം ഗദാൽ പാഹി. എന്നെ ഈ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ. രാമകൃഷ്ണദേവൻ എപ്പോഴും പറയും, അഹങ്കാരമാണ് നമ്മുടെ നാശത്തിൻ്റെ തവണ. ആ അഹങ്കാരമാകുന്ന കാർമേഘം പോകണം. അപ്പോൾ സൂര്യൻ തെളിഞ്ഞ് പ്രകാശിക്കും. നമ്മുടെ ആത്മാവ് തെളിഞ്ഞ് പ്രകാശിക്കണമെങ്കിൽ ഈ അഹങ്കാരമാകുന്ന കാർമേഘം മാറണം. പുറത്ത് നമ്മൾ കാണുന്നില്ലേ? ഇപ്പോൾ കാർമേഘം സൂര്യനെ മറച്ചു. കാർമേഘം മാറിയപ്പോൾ നമുക്ക് സൂര്യനെ കാണാൻ സാധിച്ചു. നമ്മൾ പറയും, ആ സൂര്യൻ വന്നു. സൂര്യൻ എവിടുന്ന് വരുന്നത്? സൂര്യൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കാറ്റ് വന്ന കാർമേഘത്തിനെ കൊണ്ടുപോയി. അതുപോലെ ഭക്തി കൊണ്ട് നമ്മുടെ ഉള്ളിൽ അഹങ്കാരം മാറുമ്പോൾ ഉള്ളിലുള്ള ആത്മാവാകുന്ന ഭഗവാൻ തെളിഞ്ഞ് പ്രകാശിക്കും. ഇന്ദ്രനെ പോലെ ആകരുത്. ഇന്ദ്രനെ പോലെ അഹങ്കാരിയാവരുത്. അഹങ്കാരം ആർക്കുണ്ടോ അവിടെ നാശം ഉറപ്പാണ്. അതാണ് ചിന്മയാനന്ദ സ്വാമി തൻ്റെ ഗീതാജ്ഞാനയജ്ഞത്തിൽ എപ്പോഴും പറയുന്നതാണ്. അഹങ്കാരം ഇല്ലാതെ ജീവിക്കണം എന്നുള്ളതാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.